ചാടി ആത്മഹത്യ ചെയ്തു. നമ്മൾ കണ്ടതാണ്. നമ്മളൊക്കെ കരളലിയിപ്പിക്കുന്ന രംഗമായിരുന്നു അത്. ആലോചിച്ച് നോക്കി, നമ്മുടെ നാട്ടിലാണ്, ഈ പഞ്ചായത്തിലാണ് അങ്ങനെ ഒരു അവസ്ഥ വന്നതെങ്കിൽ ഈ രണ്ട് കുട്ടികൾക്ക് വിശപ്പ് മാറ്റാൻ കഴിയാത്ത ഒരച്ഛൻ, അതുപോലെ തന്നെ ഇവരെ ചേർത്ത് പിടിക്കാൻ കഴിയാത്ത, കണ്ണ് കാണാത്ത ഒരമ്മ, വീടില്ലാത്ത ഒരു കുടുംബം, പലരോടും ചോദിച്ചിട്ടും പറഞ്ഞിട്ടും മുട്ടിയിട്ടും പല വാതിൽക്കെ ചെന്നിട്ടും ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായാവസ്ഥയിൽ ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എന്ന ഒരു ദുർബല നിമിഷത്തിൽ അവർക്ക് തോന്നിയതാണ് ഈ രണ്ട് കുട്ടികൾ ആ പോണ രംഗൊക്കെ അങ്ങനെ കണ്ണിന്നു അല്ലേ. കൊണ്ടുപോയി അവർ ചായക്ക് വാങ്ങി കൊണ്ടുപോയി കൊടുക്കുന്നതും ആ സന്തോഷത്തോടു കൂടി ആ കുട്ടികൾ പോയി ആ ചായയൊക്കെ കുടിക്കുന്നതും കുടിച്ചു കഴിഞ്ഞിട്ട് ഇവരെയും കൊണ്ട് ആ പോണൊരു പോക്കുണ്ട്. ആ പോക്ക് നമുക്കൊക്കെ പഠിക്കാനുള്ള വലിയൊരു പാടാണ്. ഇങ്ങനത്തെ ഒരു അവസ്ഥ നമ്മൾക്ക് ആർക്കും ഉണ്ടായിക്കൂടാ. അങ്ങനത്തെ ഒരാളെ നമ്മൾ കണ്ടുവിട്ടിയാൽ നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ അത് സമൂഹത്തിന്റെ ഒരു ബാധ്യതയാണ്. ഇതിലിപ്പോ കുറെ മുതലുണ്ടായിട്ടോ അതല്ലെങ്കിൽ നമുക്കൊക്കെ ആരോഗ്യം ഉണ്ടായിട്ടോ എല്ലാം തികഞ്ഞിട്ടോ ഒരാൾക്കും ഒരാളെയും കൊടുക്കാൻ കഴിയില്ല. നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഈ വിവരം നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കായിരുന്നു. ഇങ്ങനെ ഒരു കുടുംബമുണ്ട്, ആ കുട്ടികൾ പട്ടിണിയിലാണ്, ബുദ്ധിമുട്ടിലാണ്, കഷ്ടപ്പാടിലാണ്, അവർക്ക് വീടില്ല, അതുപോലെ ഭക്ഷണം കഴിക്കാൻ മാർഗമില്ല എന്നൊരു വിവരം ഇതുപോലുള്ള സംഘടനകളിലോ പഞ്ചായത്തുകളിലോ വാർഡ് മെമ്പർമാരിലോ അല്ല ആശാപ്രവർത്തകരിലോ ഒക്കെ ആ വിവരം എത്തിയിരുന്നെങ്കിൽ ആ 4 ജീവൻ ഇന്ന് ആ വെള്ളത്തിൽ പൊലിയില്ലായിരുന്നു. ആലോചിച്ച് നോക്കി നിങ്ങൾ. നമ്മുടെയൊക്കെ ഒരു ബാധ്യത ഏത് മതത്തിലാണെങ്കിലും. ഇപ്പൊ നമ്മളിപ്പോ ഇസ്ലാം മതത്തിൽ ഖുർആൻ ഓതാറുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഭഗവീത വായിക്കാറുണ്ട്, പൂജിക്കാറുണ്ട്, ആരാധിക്കാറുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ അവിടൊക്കെ മതം എന്നത് ചെറിയൊരു സൂറത്ത്, നമ്മളൊക്കെ എളുപ്പത്തിന് വേണ്ടി ഓതുന്ന സൂറത്താണ് ബിദ്ദീൻ അല്ലേ. അങ്ങനെ നമ്മളിങ്ങനെ പറഞ്ഞു വരും. ആരാണ് മതത്തെ കളവാക്കിയത്, ആരാണ് എന്ന് ചോദിക്കുമ്പം യതീം, അതാണ് ഒന്നാമത്തെ കാര്യം. മതത്തെ കളവാക്കിയവൻ യതീം, അനാഥയെ ഒഴിവാക്കുന്നവനാണ് മതത്തെ കളവാക്കിയവൻ. ആലോചിച്ച് നോക്കി നിങ്ങള്. ഒരു യതീം കുട്ടിയെ ശ്രദ്ധിക്കാതെ അവന്റെ കാര്യങ്ങളൊന്നും നോക്കാതെ പോകുന്നവൻ എത്ര നമസ്കരിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും നോമ്പ് നോറ്റിട്ടും ഹജ്ജിന് പോയിട്ടും കാര്യമില്ലാന്ന്. അതുപോലെ തന്നെ വലാ യഹുല്ലു അലാ തൊഴമിൽ മിസ്കീൻ, അഗതികൾക്ക് മിസ്കീന് ഭക്ഷണം നൽകാത്തവനാണ് മതത്തെ കളവാക്കിയവൻ. അപ്പൊ നമ്മുടെ മുമ്പിലുള്ള അനാഥരായ കുട്ടികൾക്ക്, പാവപ്പെട്ടവർക്ക്, മിസ്കീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ കൈ നാട്ടാൻ വേണ്ടി അവർ വരൂല. ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാവും. 100 രൂപക്ക് പണിക്ക് പോയാൽ അല്ലെങ്കിൽ 500 രൂപക്ക് പണിയെടുത്താൽ 1000 രൂപയുടെ ചെലവുള്ള കുടുംബങ്ങളെ, നമ്മുടെ കുടുംബങ്ങളൊക്കെ ഒരുപാട് മരുന്ന് വാങ്ങേണ്ടി വരും. വയസ്സായ, കിടപ്പിലായ, അസുഖത്തിൽ കെട്ട രോഗികളുണ്ടാവും. ഇങ്ങനെ ഈ രോഗികളെയൊക്കെ നോക്കി 2 തലയും മുട്ടിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് മിസ്കീൻ എന്ന് പറയാം. ആ മിസ്കീൻ നിനക്ക് 10 രൂപ വേണമെന്നോ നിന്റെ വീട്ടിൽ വെച്ചിട്ടില്ല എന്നോ ഒരിക്കലും അവർ പറയില്ല. അവർ തേടി നമ്മൾ ചെല്ലണം. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അവൻ മതത്തെ നിഷേധിച്ചവനാണെന്ന് ഇതുപോലെ എല്ലാ മതത്തിലെ ആൾക്കാരും പറയാറുണ്ട് അല്ലേ. നമ്മൾ അനാഥയെ സംരക്ഷിക്കണം, അതുപോലെ തന്നെ നമ്മൾ ഉള്ളതിൽ നിന്ന് മറ്റുള്ളവർക്ക് കൊടുക്കണം, വിഹിതം നൽകണം. അങ്ങനെയല്ലേ സക്കാത്ത് എന്ന് പറഞ്ഞാൽ. അത് മുസ്ലിങ്ങളുടെ ഇടയിൽ പേര് പറയുക സക്കാത്ത് എന്നാണ്. 2.5% സക്കാത്ത് കൊടുക്കണം. നമ്മുടെ പൈസ ഒരുമിച്ച് ഒരു കൊല്ലം തികഞ്ഞു വരുമ്പം അതിന്റെ കണക്കനുസരിച്ച് സക്കാത്ത് കൊടുക്കും. അതുപോലെ തന്നെയാണ് ദാനധർമ്മങ്ങൾ കൊടുക്കണമെന്ന് അമുസ്ലിം സഹോദരങ്ങൾ പറയാറുണ്ട്, ക്രിസ്ത്യൻസ് പറയാറുണ്ട്. വിഹിതം കൊടുക്കണം അല്ലേ, ശതമാനം നൽകണം എന്ന് പറയാറുണ്ട്. അപ്പൊ ആരാണെങ്കിലും ഈ നാട്ടിലേക്ക്, ഈ ദുനിയാവിലേക്ക് വന്ന മനുഷ്യർക്ക് ഒരാളുടെ കയ്യിൽ കുറെ പൈസ അള്ളാന്റെ അനുഗ്രഹം കൊണ്ടുണ്ടെങ്കിൽ മറ്റുള്ളവന് അത് അർഹിക്കുന്നവനാണ്, അവനും കൂടി അത് അവകാശമാണ്. ആ അവകാശപ്പെട്ട ആൾക്ക് എത്തിച്ചു കൊടുക്കാനാണ് നമ്മളെ പോലെയുള്ള കുറെ ആൾക്കാർ. ആലോചിച്ച് നോക്കി ഇതിന്റെ പ്രവർത്തകരെ കുറിച്ച്. അവർക്കൊക്കെ എന്തെല്ലാം ചുറ്റുപാടുകളുണ്ട്. എന്നാലും എല്ലാ ഞായറാഴ്ചകളും അതിരാവിലെ ഇവിടെ വന്ന് നിങ്ങൾക്കൊരു കട്ടൻ ചായയൊക്കെ തന്ന് നമ്മളൊന്ന് ഒന്നിച്ചിരുന്ന് നിങ്ങൾക്ക് വേണ്ടത്, നേരത്തെ അനീസ് മാഷ് പറഞ്ഞല്ലോ വേണ്ടതേ എടുക്കാവൂന്ന്. എന്താ കാരണം എന്നറിയങ്ങള്, നമ്മളേക്ക് ഏൽപ്പിച്ചു തരുന്ന വിശ്വസ്തമായ ഒരു സ്വത്താണിത്, അമാനത്താണിത്. ഈ അമാനത്ത് നമ്മളെ കയ്യിൽ തരുമ്പം 1,00,000 രൂപയോ 1000 രൂപയോ 10,000 രൂപയോ 50 രൂപയോ ദയാ സെന്ററിലേക്ക് സംഭാവന തരുമ്പം അവരുടെ മനസ്സിലൊരാഗ്രഹം എന്താണെന്നറിയങ്ങള്, ഇത് അനാഥർക്ക് കൊടുക്കാനുള്ളതാണ്, പാവപ്പെട്ടവർക്കുള്ളതാണ്, യത്തീം കുട്ടികൾക്കുള്ളതാണ്, കിടപ്പിലായ രോഗികളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന കുടുംബത്തിനുള്ളതാണ് എന്ന് മനസ്സിൽ നെയ്യത്ത് വെച്ചാണ് എല്ലാ ആൾക്കാരും ദയയിലേക്ക് ഈ പൈസ തരുന്നത്. ആ തരുന്ന പണം കൊണ്ട് നമ്മൾ കിറ്റാക്കി നിങ്ങളെ കയ്യിലേക്ക് ഏൽപ്പിക്കുമ്പോൾ, നിങ്ങളല്ലട്ടെ നമ്മളൊക്കെ ഒന്ന് തന്നെ, ആ കിട്ടിയ കിറ്റ്
മിസ്യൂസ് ചെയ്യുമ്പോൾ ഒരിക്കൽ പാലിയേറ്റീവിന്റെ പ്രവർത്തകര് വളരെ വേദനയോടുകൂടി ഒരു കാര്യം പറഞ്ഞിരുന്നു. അവര് ചെന്നപ്പം അടുക്കളന്റെ ഉള്ളിൽ പോയി നോക്കുമ്പോൾ കുറെ കടലയും പയറും ഒക്കെ പൂത്ത് കിടക്കുന്നുണ്ട് എന്നാ. എവിടുന്ന് അത് കിട്ടിയെന്ന് ചോദിച്ചപ്പോ അവർ ആ സ്ഥലം പറഞ്ഞു ദയേന്ന് കൊണ്ടുവന്ന കിറ്റാണെന്ന്. ആലോചിച്ച് നോക്കി നിങ്ങൾ, ഇപ്പോഴൊന്നും അല്ല കേട്ടോ, കുറെ മുമ്പത്തെ കഥകളാണ്. ഇത് നമ്മളെ കിറ്റ് കൊണ്ടുപോയി ഉപയോഗിക്കുന്നില്ല എങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് അത് കൊണ്ടുപോകാതിരിക്കുക. അതുപോലെ കുറെ സോപ്പ്, നമ്മളെല്ലാ സംഗതികളും കൂടിയിട്ട് അവർ കിറ്റ് ഉണ്ടാക്കുക. ഈ കിറ്റില് എൻ്റെ വീട്ടിൽ ഇപ്പൊ സോപ്പ് ഉണ്ടെങ്കിൽ, അലക്ക് സോപ്പ് ഉണ്ടെങ്കിൽ, ഇപ്പൊ ആരും അലക്കണ സോപ്പുകളൊന്നും തിരുമ്പണില്ല ഇപ്പൊ അല്ലേ. എല്ലാവർക്കും വെള്ളം വേണല്ലേ, വാഷിനല്ലേ, ലിക്വിഡ് ഉണ്ട്, സോപ്പ് പൊടി ഉണ്ട്, ഒക്കെ വരുമ്പോ നമ്മൾ അലക്ക് സോപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ടുപോകാൻ പാടുണ്ടോ? ഇല്ലല്ലോ. ഇങ്ങനെ നമ്മൾ തന്നെ നമ്മുടെ കുടുംബത്തിൽ കുറെ ആൾക്കാർ ഇപ്പൊ പോയി. ഇന്നാളെ ഞങ്ങൾ കുടുംബത്തിൽ ഗ്രൂപ്പിൽ കണ്ടു, ഒരു കുട്ടി എത്തിയൻകുട്ടിയായി ഇവിടെ വന്ന് 13 കൊല്ലമായി നമ്മൾ ഈ സംരംഭം തുടങ്ങിയിട്ട്. അന്ന് തുടങ്ങിയ ഒരു കുട്ടി ഇപ്പം ഉയർത്ത് പഠിച്ച് വലുതായി വലിയ കുട്ടിയായി ഗൾഫിലെത്തിയിട്ട് ആദ്യം കിട്ടിയ ശമ്പളം ഈ കഴിഞ്ഞ മാസം ദയയിലേക്ക് ഒരു ചെറിയ വിഹിതം ആ കുട്ടി എത്തിച്ചു. വളരെ കുറച്ച് സമയം കൊണ്ട് ഞങ്ങൾ ഇനി ദയയിൽ നിന്നുള്ള കിറ്റ് വാങ്ങാൻ വരൂല എന്നാ സഹോദരി പറയണു. കാരണം എൻ്റെ അള്ളാഹിന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ എൻ്റെ കുട്ടി അധ്വാനിച്ച് തിന്നാനായി. ഇനി ഈ കുടുംബത്തിലേക്ക് എന്നെ കൊണ്ട് കഴിയുന്നതൊക്കെ ഇങ്ങോട്ട് സഹായിക്കുന്ന. അതുപോലെ സ്വയം നമ്മൾ തന്നെ ആഗ്രഹിക്കുക, എല്ലായി അത്യാവശ്യത്തിനൊക്കെ ജീവിക്കാനായി. ഇനി ഞാൻ ദയയിലേക്ക് എൻ്റെ വക ഞാൻ എന്തേലും അങ്ങോട്ട് കൊടുക്കുകയാണ്. ഇനി ഞാൻ ആ കുടുംബത്തിലേക്ക് എൻ്റെ സഹായം അങ്ങോട്ടുണ്ടാവും എന്ന ഒരു മനസ്സ് നിങ്ങൾ വെച്ചാൽ, അതുപോലെ തന്നെ ഇതിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മളൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്നവരാണ്. ഈ കാണുന്ന ചിരിയൊന്നുമല്ല എൻ്റെ ചിരി, അങ്ങനെയാണ്. എനിക്കുണ്ടാവും കുറേ പ്രയാസങ്ങൾ. നമ്മളെല്ലാവരും എത്ര കഷ്ടപ്പാടാണ് ജീവിക്കണമെങ്കിലും ചിരിച്ചുകൊണ്ട് ആരോഗ്യത്തോടുകൂടി നല്ല മനസ്സോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മളാരും പതറൂല. പ്രതീക്ഷ നമുക്ക് എപ്പോഴും വേണം. നമ്മൾ വിചാരിക്കും എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ട് കാര്യം, അല്ലെങ്കിൽ എൻ്റെ കുട്ടി ഇങ്ങനെയാണ്, ഭർത്താവ് ഇങ്ങനെയാണ്, എൻ്റെ വീട്ടുകാർ ഇങ്ങനെയായിപ്പോയി, ഇവരെയും കൊണ്ട് ഞാൻ എത്ര കാലമാണ് ഈ കഷ്ടപ്പെടുക എന്നുള്ളത് നമ്മൾ പ്രതീക്ഷ ഡേ കെയർ സെന്ററിൽ ചെല്ലുമ്പോൾ അറിയാം. നമ്മളെ കുറേ കഷ്ടപ്പെടുന്ന കുട്ടികളെ മാത്രം പഠിപ്പിക്കുന്ന സ്കൂളുണ്ട് ഇവിടെ അല്ലേ. അവിടെ ചെല്ലുമ്പോൾ ആ കുട്ടികളുടെയൊക്കെ ഉമ്മമാര് ചെയ്യുന്ന ഒരു ത്യാഗം കാണുമ്പോൾ നമ്മളൊരു 5 മിനിറ്റോ 10 മിനിറ്റോ നേരം ആ കുട്ടികളെ അടുത്ത് ഇരിക്കുമ്പോഴേ അവരുടെ വിഷമം നമുക്കറിയുള്ളൂ. ഇവരെയും കൊണ്ട് 24 മണിക്കൂറും ഊണില്ലാതെ ഉറക്കമില്ലാതെ ഒരു മാതാവ് അവരെയും കൊണ്ട് ഞാൻ നടക്കുമ്പോൾ ആ ഉമ്മാക്ക് തോന്നുകയാണ് ആത്മഹത്യ ചെയ്യാൻ. എന്താ അങ്ങനെ ജീവിച്ചിട്ട് കാര്യം എന്ന്. ചിലപ്പോൾ അവരെന്ത് ചെയ്യും, ഈ കുട്ടിനെയും കൊണ്ട് നേരത്തെ പുഴയിൽ ചാടിയമാരി അതുപോലെയുള്ള പ്രവണത അവരുടെ മനസ്സിലേക്ക് വരികയാണ്. അവരെ ചേർത്ത് പിടിക്കാനാണ് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത്. ചെറിയ ആരോഗ്യം ഉണ്ടാവുമ്പോൾ, കുറച്ചൊക്കെ നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ ഈ കിറ്റിന്റെ ഒപ്പം തന്നെ 10 രൂപയെങ്കിൽ 10 രൂപ ഉണ്ടാക്കാൻ, വരുമാനം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ ഒരു അച്ചാർ ഉണ്ടാക്കാനോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ പലഹാരം ഉണ്ടാക്കിയിട്ടോ ഒക്കെ നിങ്ങൾ വിൽക്കാൻ തുടങ്ങിയാൽ നമ്മുടെ കുടുംബം മെല്ലെ മെല്ലെ പിച്ച വെച്ച് വരും. അങ്ങനെ നമ്മളെ കുട്ടികൾ വലുതാകും. അസുഖം എന്ന് പറഞ്ഞാൽ കാലാകാലം ഒരാൾ മാത്രം രോഗിയാക്കൂല, എല്ലാ വീട്ടിലും ഉണ്ടാവും അസുഖങ്ങൾ. അത് മാറും, വരും, പോകും. അത് എന്താണെങ്കിലും നേരത്തെ മുതൽ പറഞ്ഞതുപോലെ തന്നെയാണ്. അത് സമ്പത്ത് ഉണ്ടാവും, ദുനിയാവിലുള്ള ഈ സമ്പത്ത് അതങ്ങനെ മാറി 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 ഓരോ കൈകളിലേക്ക് ചെല്ലും. അതുപോലെയാണ് അസുഖങ്ങൾ. നമുക്ക് മാത്രമല്ല, പ്രതീക്ഷ കൈവിടാതെ ഇന്നല്ലെങ്കിൽ നാളെ നല്ലൊരു കാലം എനിക്ക് വരാനുണ്ട് എന്നും, ഇല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ അത് ക്ഷമിക്കാനും സഹിക്കാനും പൊറുക്കാനുമുള്ള ഒരു വലിയ മനസ്സായി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ ഉണ്ടാവണം. അങ്ങനെ വരുമ്പോഴേ നമുക്ക് പ്രതീക്ഷയുള്ളൂ. നമ്മളെ കുട്ടികൾ വലുതാവും, നമ്മളെ കുടുംബം നന്നാവും, നമുക്ക് വീട് നന്നാവും. അതുപോലെ തന്നെ നല്ല നല്ല നിലയിലൊക്കെ നമ്മളും എത്തും. പിന്നെ എല്ലാ കാര്യത്തിലും പ്രവാചകൻ നമ്മോട് പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ ഉയരങ്ങളിലേക്ക് നോക്കരുത്, നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്കാണ് നിങ്ങൾ നോക്കേണ്ടത് എന്ന് പറഞ്ഞ പ്രവാചകന്റെ ആ വാക്ക്. അവർക്കൊക്കെ ഫ്രിഡ്ജ് ഉണ്ട്, വീടുണ്ട്, 2 നില കെട്ടിടമുണ്ട്, വാഹനമുണ്ട്, വലിയ കാറുണ്ട്, ബൈക്കുണ്ട്, 2 കാറുണ്ട് എന്നതിനപ്പുറം എന്നെക്കാൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, കിടക്കാൻ കിടപ്പാടമില്ലാത്ത, ഒരു സൗകര്യവുമില്ലാത്ത എന്നെക്കാൾ താഴെയുള്ളവർ ഇപ്പുറത്തുണ്ട് എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് കിട്ടിയതൊക്കെ നമ്മൾ വലിയൊരു അനുഗ്രഹമായിട്ട് കാണണം. വലിയ പുഴ ഇങ്ങനെ ഒഴിച്ചു പോയപ്പോൾ ഒരിക്കൽ പ്രവാചകന് അന്യന്മാർ കൂടിയിട്ട് ഇങ്ങനെ പോകുമ്പോൾ അതിൽ നിന്ന് ഒന്നുണ്ടാക്കുന്ന ഒരു കഥ ഉണ്ട്. വെള്ളത്തിൽ ഇഷ്ടംപോലെ വെള്ളപ്പം നോക്കി നമ്മളെ വീട്ടിൽ എത്ര വെള്ളം മഴയെന്ന് പോണത്. ആ സമയത്ത് ഒലിച്ചു പോകുന്ന വെള്ളം കൊണ്ട് കളിച്ചുകൊണ്ടിരുന്ന് ഒന്നുണ്ടാക്കിയപ്പോൾ പ്രവാചകൻ പറഞ്ഞു, അത് അനാവശ്യമായി ചെയ്യരുത് എന്ന്. കാരണം എന്താ, നമ്മളെ കാലം കഴിഞ്ഞാൽ ഭാവി തലമുറക്ക് അടുത്ത ജന്മത്തിന് കൂടി ഉള്ളതാണ് ഈ വെള്ളം.
അനാവശ്യമായി ചെയ്യരുത് എന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ ആ ഒരു തത്വം നമ്മുടെ ജീവിതത്തില്, നമ്മുടെ വസ്ത്രധാരണയില്, നമ്മുടെ ഭക്ഷണത്തില്, നമ്മുടെ പെരുമാറ്റത്തില്, നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും നമ്മളൊക്കെ കാഴ്ചവെച്ചാൽ അനാവശ്യത്തിന് പോകാൻ നമുക്ക് തോന്നൂല, വേണ്ടാത്തരങ്ങളിലേക്ക് നീങ്ങാൻ നമുക്ക് തോന്നൂല. എല്ലാ സമയത്തും വെറും ഫോണും വാട്സപ്പും ഫേസ്ബുക്കുമായി സമയം ചെലവഴിക്കാതെ ഉള്ള സമയത്ത് തൊട്ടടുത്തവന്റെ വേദന ഒന്ന് അറിയാനും അപ്പുറത്ത് കിടക്കുന്ന വല്യമ്മാനൊന്ന് കാണാൻ പോകാനും മറ്റുള്ളവർക്ക് വേണ്ട സഹായത്തിന് എത്താനും ഒക്കെ ഉള്ളൊരു വലിയ മനസ്സ് നമ്മളൊക്കെ കാണിക്കുമ്പം ഒരു നാട്ടില് ഒരാളും കഷ്ടപ്പെടുന്നില്ല എന്ന ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ എത്തുമ്പം ഞാനും നിങ്ങളും ഒക്കെ കൂടിയ ഈ സമൂഹം, ഈ നാട് ഉയരും, വളരും, അവർക്കൊക്കെ ആശ്വാസം കിട്ടും. നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സ് തുറന്ന് പറയാൻ പറ്റിയ ഒരാളെങ്കിലും ഉണ്ടാവണം. അവരോടൊക്കെ നിങ്ങൾ പറഞ്ഞ് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തുമ്പം നമ്മളെല്ലാവരും ഒന്നാണ് എന്നറിയുമ്പം എന്നെ ചേർത്ത് പിടിക്കാൻ ഈ നാടുണ്ട്, ഈ കുടുംബമുണ്ട്, ദയുണ്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനകളുണ്ട് എന്നറിയുമ്പം അവിടെയാണ് നമ്മളൊക്കെ വളരേണ്ടത്, ഉയരേണ്ടത്. അതിനുള്ള ശ്രമം എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ, ചെറിയ കുട്ടികൾ ഇവിടെ ഉണ്ട്, നന്നായിട്ട് പഠിക്കണം. ഇപ്പൊ പഠിക്കാത്തൊരു കാലത്ത്, പണ്ട് കാലത്ത് പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മളാരും മാറ്റി നിർത്താതെ കഴിയാവുന്ന സ്ഥലത്തു നിന്നൊക്കെ നിങ്ങളുടെ കുട്ടികൾക്ക് പഠനത്തിന് മുന്നിൽ നിൽക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കണം. അതുപോലെ തന്നെ ലഹരി, ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ കാണും കേൾക്കണോ ഒക്കെ ഉണ്ടല്ലോ, ഈ ലഹരി മാഫിയയിൽ നമ്മുടെ മക്കൾ അകപ്പെടാതിരിക്കാൻ തീർച്ചയായും ഏത് മതവിശ്വാസിയാണെങ്കിലും സ്വന്തം മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് അതിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുസരിച്ച് ജീവിക്കാനുള്ള ഒരു ചുറ്റുപാട് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ലഹരി മാഫിയയിലേക്കും ഈ തൂഫാനിന്റെ പ്രശ്നങ്ങളിലേക്കും ഈ പിടിയിലേക്കും ഒന്നും നമ്മളെ മക്കൾ പോകാതിരിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം. അങ്ങനെ നല്ല ഒരു നാളേക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.